ഒരു രാജ്യത്തിന്റെ ഉന്നതി അതിനെ മെയിനായി ബേസ് ചെയ്യുന്നത് അവർക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയാണ്. ആ ഇന്റേണൽ സെക്യൂരിറ്റി, ലോ ആൻഡ് ഓർഡറും ഇന്റേണൽ സെക്യൂരിറ്റി. ഓഫ് കോഴ്സ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി നോക്കുമ്പോൾ നമ്മുടെ മിലിറ്ററി ഉണ്ട്, അത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇന്റേണൽ സെക്യൂരിറ്റി കാര്യം ആഭ്യന്തര സുരക്ഷിതത്വം, അതാണ് ഒരു രാജ്യത്തിന്റെ ഒരു ഉന്നതി. അതായത് അതിന്റെ ഒരു സേഫ്റ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പൊ അതിൽ ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് കാതലായ മാറ്റങ്ങളും കാതലായ ഒരു എഫിഷ്യന്റ് ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ ക്ലിയർ ആണ്. കാരണം നമ്മളൊരു ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡാറ്റയാണ് അത് ഒരു ഗവൺമെന്റ് ഡാറ്റ പ്രകാരം തന്നെ പറയുന്നത്. കഴിഞ്ഞ 2004-2014 ഒരു 10 വർഷം കണക്കെടുത്താൽ 33,000 വയലന്റ് ഇൻസിഡന്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അത് ആഭ്യന്തര സുരക്ഷയെ ബന്ധപ്പെട്ട് നക്സലൈറ്റ്സ് ആയാലും ശരി, തീവ്രവാദികളിൽ അങ്ങനെ 33,000 ആണ് ഈ വയലന്റ് ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തത്. അത് ഈ 2014-2023 വരെ ഒരു കണക്കെടുത്തത് 9-10 വർഷത്തെ കണക്കെടുത്താൽ അത് 12,400 കുറക്കാൻ പറ്റും. അതായത് 62% റിഡക്ഷൻ ആണ്. 62% റിഡക്ഷൻ, 62% കുറച്ചേക്കാണ്. അതുപോലെ ഡെത്ത് എടുത്താൽ തന്നെ ഈ കാലങ്ങളിൽ ഡെത്ത് എടുത്താലും 14,900 ആ 10 വർഷം. പക്ഷെ അതത് 3,276 കുറഞ്ഞിട്ടുണ്ട്. അതായത് 78% ഡെത്തും കുറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് വയലന്റ് ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഇൻസൈഡ് ദ കൺട്രി. അത് ഈ മാവോയിസ്റ്റുകളായാലും ശരി, ടെററിസ്റ്റ് ഗ്രൂപ്പായാലും ശരി, മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളായാലും ശരി, വയലന്റ് ഇൻസിഡന്റിൽ മരിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ 75% തന്നെ ഒരു കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അത് 2009 കമ്പയർ ചെയ്യുമ്പോൾ സർ? അതെ, 2004-2014 10 വർഷവും. അതെ, നമ്മൾ 2009 കമ്പയർ ചെയ്യുമ്പോൾ 77% കുറവാണ് അല്ലെ? അതാണ് ഡാറ്റ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡാറ്റ. നമ്മുടെ പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഞങ്ങളുടെ പോലീസ് ഡാറ്റയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത്രത്തോളം കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ എഫിഷ്യന്റ് ആയിട്ട് ഒരു സംവിധാനം ഇല്ലെന്ന് നടത്തില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അത് വളരെ സന്തോഷമാണ് അക്കാര്യത്തിൽ. കാരണം ഈ കൂടാതെ നമ്മുടെ മാവോയിസ്റ്റ് കാര്യം നോക്കിയാൽ മാവോയിസ്റ്റുകളുടെ നമ്മുടെ വയലൻസ് ഇൻസിഡൻസും മറ്റും എടുത്താൽ 75% എന്ന് പറയാൻ പറ്റും. 75%. അതാണ് നമ്മുടെ ആദരണീയ നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ശ്രീ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. 2026 മാർച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും ഈ മാവോയിസ്റ്റുകളെ നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ തുരത്താൻ പറ്റും. ഒരു ഭയങ്കര കാര്യമാണ്. വലിയ ഗ്രേറ്റ് തിങ്. കഴിഞ്ഞ 1976 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ മാവോയിസ്റ്റ്. 1967 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ മാവോയിസ്റ്റ്. അതിന്റെ മെനേഴ്സ്, അതിന്റെ തലവേദന, അത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അത് ആ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, പിന്നെ കൂടാതെ ഒറീസ, പിന്നെ തെലങ്കാന, ആ ഒരു റെഡ് കോറിഡോർ ഉണ്ട്. അവിടെ വലിയ പ്രശ്നമാണ് ഈ മാവോയിസ്റ്റുകൾക്കുണ്ട്. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്ന പറയാണ് അതിന്റെ നമ്മൾ ഹോം മിനിസ്റ്റർ. കാരണം അത്ര കോൺഫിഡന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നാണ് എനിക്കൊക്കെ പറയാൻ. 2026 മാർച്ചിൽ നമ്മുടെ ഒരു നക്സൽ മുക്ത ഭാരത് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതായത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുമായിട്ടൊരു യുദ്ധം വാർ നടക്കാൻ, അതിലൊരു മാറ്റം വരാൻ പോവാണ്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും ഈ ഗവൺമെന്റ്, ഇപ്പം നമ്മള് മോദി ഗവൺമെന്റിനെ കുറിച്ചാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതാണ് ഞങ്ങളൊക്കെ പറയാം. നമ്മുടെ ഇന്ത്യ, നമ്മുടെ സർക്കാർ, നമ്മുടെ ഭാരത സർക്കാർ, നമ്മുടെ ഗവൺമെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇന്റേണൽ സെക്യൂരിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. കാരണം പുറത്തു നിന്നുള്ള ശത്രുക്കളെ നമുക്ക് നേരിടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ സമയത്തും ഒരു രാജ്യത്തിന്റെ പുരോഗതിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന, തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇന്റേണൽ ഛിദ്രശക്തികൾ എല്ലാ കാലത്തും നമുക്ക് ഭീഷണിയായിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ പോലും വളരെ വിരളമായി കേൾക്കുന്നുള്ളൂ. അതായത് ഈ മാവോയിസ്റ്റ് ആക്രമണവും നക്സൽ ആക്രമണവും ഒക്കെ അതൊരു രാജ്യത്തിന്റെ ഒരു വിജയത്തിൽ ഒരു പൊൻ കിരീടം അല്ലെങ്കിൽ പൊൻ തൂവലായി തന്നെ നിലനിൽക്കുകയാണ് അല്ലെ? അതാണ് ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ദിവസം, ഇന്ന് 2 സീനിയറായ മാവോയിസ്റ്റുകൾ വധിച്ചിട്ടുണ്ട് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്ന് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്ര ബോർഡറിൽ ഇന്നൊരു ആക്ടിവിറ്റി, ഇന്നൊരു ഓപ്പറേഷൻ നടന്ന് അതിൽ ഒരു ഗജറാൾ രവിയും ഒരു അരുണ, 2 സീനിയർ ആയ ആ സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സാണ്. ഒന്ന് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അവരിന്ന് വധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ നക്സലൈറ്റ് ലീഡർഷിപ്പിനെ തന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ട്
ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ സോഷ്യലായിട്ട്, അതായത് ഈ ആദിവാസി മേഖലയിലത്തെ സോഷ്യൽ ഇഷ്യൂ, അതായത് അവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതെ എടുത്തുകൊണ്ടാണ് ഈ നക്സലിസം വളരുന്നത്. അപ്പൊ ആ മേഖലകളിൽ പോലീസ് തന്നെ സോഷ്യൽ വെൽഫെയർ ആയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഉന്മൂലനം ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ ബ്യൂട്ടി. അതാണ് ഈ സെക്യൂരിറ്റി ഫോഴ്സസ് ചെയ്യുന്ന അത്ര പല കാര്യങ്ങളും കൂടി അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വ്യക്തമായിട്ടും കഴിഞ്ഞ കുറെ കാലമായിട്ട് നമുക്ക് തലവേദനയായ ഈ നക്സലൈറ്റുകൾ നമ്മളെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ലാസ്റ്റ് ലാപ്പാണ് ഇപ്പോൾ. ആ ലാസ്റ്റ് ലാപ്പിൽ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സ് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ കശ്മീരിലായാലും ശരി, ലാൽ ചോക്കിൽ ഞാനൊക്കെ പണ്ട് ഒരു 2009-2008 2009 ഞാൻ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കാശ്മീരിൽ പോയപ്പോൾ ലാൽ ചോക്കിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല വിത്തൗട്ട് സെക്യൂരിറ്റി. ഇപ്പൊ എന്താണ് ലാൽ ചോക്കിൽ സ്ഥിതി? അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ 10-12 വർഷം കൊടുത്തുള്ള വളരെ ശ്ലാഘനീയമാരാണ്. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആരാണെന്നല്ല, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ സ്വന്തം ഗവൺമെന്റ് അതിന് പ്രാപ്തമാണെന്നുള്ള കാര്യം നമുക്ക് അഭിമാനമുള്ള കാര്യമാണെന്ന് എനിക്ക് പറയാം. ശരി, എന്തായാലും അങ്ങ് ടെലിഫോൺ ലൈനിൽ തുടരുമല്ലോ അല്ലേ?